വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുള്ളിയോ ചുളിവുകളോ ഇല്ലാതെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. എഫേസ്യർ 5:27 വാക്യം. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ കളങ്കമില്ലാത്ത ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തികഞ്ഞ വിശുദ്ധി അവൻ പ്രതീക്ഷിക്കുന്നു. പുള്ളിയോ ചുളിവുകളോ ഇല്ലാത്തവരെ മാത്രമേ കളങ്കമില്ലാത്ത മണവാട്ടിയായി തന്റെ മുൻപിൽ നിർത്താൻ കർത്താവ് തയ്യാറാകൂ എന്ന് തിരുവെഴുത്ത് ഊന്നിപ്പറയുന്നു. തങ്ങളുടെ ജീവിതം മലിനമായതിനാൽ തങ്ങളുടെ ശുശ്രൂഷയിൽ ശക്തിയില്ലാത്ത അനേകരുണ്ട്. ജീവിതം മലിനമാക്കപ്പെട്ട ദൈവവിശ്വാസികളിലും ശുശ്രൂഷകരിലും ആളുകൾ വിശ്വാസം അർപ്പിക്കുന്നില്ല. ജീവിതത്തിൽ ആഴത്തിലുള്ള കറകളാൽ വിഷമിക്കുന്ന നിരവധി വിശ്വാസികളുണ്ട്. കളങ്കമോ അശുദ്ധിയോ ഇല്ലാത്ത ജീവിതം കൊതിക്കുക. എല്ലാ ദിവസവും രാവിലെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദിവസം മുഴുവൻ നിങ്ങളെ ശുദ്ധരായി കാക്കാൻ അവന്റെ കൃപയ്ക്കായി അപേക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം ഇതിനകം കളങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാൽവറി ക്രൂശിന് മുൻപിൽ നിൽക്കുക. അവന്റെ രക്തത്താൽ കഴുകപ്പെടാൻ സ്വയം സമർപ്പിക്കുക. ജീവിതത്തിൽ പല കളങ്കങ്ങളും കൊണ്ടുവരാൻ സാത്താൻ ശ്രമിക്കുന്നു. എന്താണ് ഈ പാടുകൾ? അവ ലൗകിക സൗഹൃദങ്ങൾ, ലൗകിക മോഹങ്ങൾ എന്നിവയാണ്. അവൻ ഈ കറകൾ ആത്മീയ വസ്ത്രത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അവ ചൂണ്ടിക്കാണിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു: നിന്റെ ആത്മീയ വസ്ത്രം നീ നൽകി, നിങ്ങളുടെ സ്വന്തം വസ്ത്രം മനുഷ്യനെ ധരിപ്പിച്ചു, വിശുദ്ധന്മാരുടെ നീതിയുടെ നല്ല വസ്ത്രം നീ ധരിച്ചു. എന്നാൽ ഇപ്പോൾ അവരുടെ അവസ്ഥ നോക്കൂ, അവർ മലിനമായി നിൽക്കുന്നു എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീനെന്ന്. ഇത് 2 പത്രോസ് 3:14 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. കർത്താവ് നിങ്ങളെ കളങ്കരഹിതനായി കാണട്ടെ. അവൻ നിങ്ങളെ എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ തികഞ്ഞവൻ എന്ന് വിളിക്കട്ടെ. അവൻ നിങ്ങളോട് സാക്ഷ്യം വഹിക്കട്ടെ: എന്റെ പ്രിയേ, നീ ഏറ്റവും സുന്ദരനാണ്, നിന്നിൽ ഒരു കളങ്കവുമില്ല എന്ന് ഉത്തമഗീതം 4:7 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, അപ്പോസ്തലനായ യാക്കോബിന്റെ സുവിശേഷം 1:27 വാക്യത്തിൽ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. മഴയുള്ള ദിവസങ്ങളിൽ റോഡിലൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാഹനം നമ്മുടെ മേൽ അഴുക്കുവെള്ളം തെറിപ്പിക്കാതിരിക്കാൻ വിധം നാം ജാഗ്രത പാലിക്കും. അതുപോലെ നാം ജാഗ്രതയോടെയും പാപത്തെ ഒഴിവാക്കുകയും അതിൽ നിന്ന് അകന്നു നടക്കുകയും വേണം. ഞങ്ങളുടെ ജീവിതത്തെ അശുദ്ധമാക്കാൻ അനുവദിക്കരുത്. മാത്രമല്ല, അപ്രതീക്ഷിതമായ വിധത്തിൽ കളങ്കമേൽക്കേണ്ടി വന്നാൽ കാൽവറി ക്രൂശിലേക്ക് ഓടിച്ചെന്ന് യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഇയ്യോബ് 11:15 വാക്യം. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയുമില്ല. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ഇയ്യോബ് 36-37 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തലപ്രവൃത്തികൾ 15 22 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.